ശ്രീകൃഷ്ണനും കുചേലനുമാണ്. ഇത് ഓവർ റൈറ്റിംഗ് ചെയ്യുന്നത് ഇത് പുറത്തൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. കുചേലൻ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരാളാണ്. ആള് കൃഷ്ണൻ്റെ അടുത്ത് വരികയാണ്. പണ്ട് കൂട്ടുകാരനായിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ വളർന്ന ഒരു കുടുംബസ്ഥനൊക്കെ ആയി. അപ്പോൾ വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പം മക്കൾക്ക് ഭക്ഷണത്തിന് പോലും ഒരു വകയുമില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കുചേലനാണ്. അപ്പോൾ ഒരു ദിവസം ഈ കുചേലൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ വലിയൊരു സതീർത്ഥ്യനല്ലേ, നിങ്ങളുടെ ഒരു കൂട്ടുകാരനല്ലേ ഈ ശ്രീകൃഷ്ണൻ, എന്തെങ്കിലും തരില്ലേ? അദ്ദേഹം ഇപ്പോൾ ദ്വാരകയിൽ രാജാവല്ലേ, ഒന്ന് പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുചേല പോവാനായിട്ട് തീരുമാനിച്ചു. കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ പക്ഷേ കൃഷ്ണന് ഞാൻ എന്താ കൊടുക്കുക? കൃഷ്ണൻ എൻ്റെ കൂട്ടുകാരനാണ്. കൃഷ്ണന് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിലൊക്കെ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു മണി അരി പോലും ഇല്ല. ഒരു മണി അരിയോ നെല്ലോ ഒന്നുമില്ല. നെല്ലിൽ നിന്നല്ലേ നമുക്ക് അവിലുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഒരു അവിലോ നെല്ലോ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ ഞാൻ കൃഷ്ണനെ കാണാൻ പോവും? വെറും കൈയോട് ഞാൻ എങ്ങനെയാണ് കൃഷ്ണനെ കാണാൻ പോവുക? അങ്ങനെ അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ കുറച്ച് അവിലൊക്കെ സംഘടിച്ച് തരാം, നിങ്ങളൊന്ന് പോകുമോ? കൃഷ്ണൻ്റെ അടുത്തൊന്ന് പോകുമോ? പോയി എന്തെങ്കിലും തരാൻ പറയുമോ നമ്മുടെ കുടുംബത്തിന് വേണ്ടി? അങ്ങനെ ശരി, ഞാൻ പോവാം. അപ്പം കുചേലൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും സാധനം ആളുകളുടെ വീടുകളിൽ പോയി അവിലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അതിനെ ഇടിച്ച് ആളുകളുടെ വീട്ടിൽ പോയി നെല്ലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അതിനെ ഇടിച്ച് അവിലാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുചേലൻ സമ്മതിച്ചു. അപ്പോൾ കുറേ വീടുകളിൽ പോയി കുറേശ്ശെ നെല്ലാണ് കിട്ടിയത്. അപ്പോൾ അതിനെ കൊണ്ടുവന്ന്, പണ്ടൊക്കെ ആളുകൾക്ക് നെല്ലാണ് കൊടുക്കുന്നത്, അരിയൊന്നും കൊടുക്കില്ല. അരിയൊക്കെ കുത്തിയെടുക്കാനൊക്കെ മില്ലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര പ്രയാസമാണ് അരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് വീട്ടിൽ കുത്തിയെടുത്തൊക്കെയാണ് അരി ഉണ്ടാക്കുന്നത്. ആ നെല്ല് വെച്ച് നമുക്ക് അവിലും ഉണ്ടാക്കാൻ പറ്റും, അവിലുണ്ടാക്കാൻ പറ്റും, പൊരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവിലൊക്കെ ആ നെല്ല് വെച്ച് പൊരി ഉണ്ടാക്കി, വറുത്ത് പൊരി ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഉത്സവത്തിനൊക്കെ പൊരി ഉണ്ടാക്കും. അങ്ങനെ കുറേ വീടുകളിൽ പോയിട്ട് കുചേലൻ്റെ ഭാര്യ കുറേ വീടുകളിൽ പോയി യാചിച്ച് കുറച്ച് നെല്ല് വാങ്ങിച്ച് ഇടിച്ച് അവിലാക്കി കുചേലൻ്റെ കയ്യിൽ കൊടുത്തു. ഇതേപോലെ ഒരു പൊതിയിൽ ഇട്ടിരുന്ന തുണിയുടെ പൊതിയിൽ തന്നെ ഒരറ്റത്ത് തന്നെ കിഴി കെട്ടി അത് സൂക്ഷിച്ചു. എന്നിട്ട് ശ്രീകൃഷ്ണനെ കാണാനായിട്ട് യാത്രയായി. അങ്ങനെ കുറേ ദിവസം യാത്രയായിട്ട് മധുരയിൽ നിന്നാണ്, മധുര ഉത്തർപ്രദേശിൻ്റെ അവിടെയാണ് മധുര. അവിടെ നിന്നും നടന്ന് പോണ വഴിക്കൊക്കെ ഫിഷ് യാചിച്ചാണ് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ ആൾക്കാർ, ഈ ബ്രാഹ്മണന്മാരൊക്കെ ഫിഷ് യാചിച്ചാണ് ജീവിച്ചിരുന്നത്. ഇപ്പോഴാണ് അവർക്ക് സ്വന്തമായിട്ടെല്ലാം, രാജാവ് ഉണ്ടായിരുന്നപ്പോഴും രാജാവ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ സർക്കാരിൽ നിന്ന് കൊടുക്കും. പിന്നെ നമ്മൾ ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് ഒരു പൂജ ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളം കിട്ടും. അങ്ങനെ പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കുചേലൻ അവിലും കൊണ്ട് യാത്രയായി. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിലെത്തി. അപ്പം കുചേലന് പേടിയായിരുന്നു. കുചേലന് ഈ കൃഷ്ണനെ എങ്ങനെ എന്നോട് മിണ്ടുമോ, കൃഷ്ണൻ
ഞാൻ ഇത്രയും പാവപ്പെട്ട എന്നെ ഈ ഒരു രാജാവായ കൃഷ്ണൻ എന്നെ സ്വീകരിക്കുമോ? അങ്ങനെ പേടിച്ച് ഈ കയ്യിലുണ്ടായിരുന്ന അവിലിനെ ഒളിച്ചു വെച്ചിരുന്നിട്ട് ഈ മുണ്ടിൻ്റെ തുണിയിൽ പൊതിഞ്ഞതല്ലേ, അപ്പോൾ മുഷിഞ്ഞ തുണിയായിരുന്നു, അഴുക്ക് നനയ്ക്കാൻ പോലും ഒരു തുണിക്ക് മറുതുണി ഇല്ലാതെ കഴിഞ്ഞിരുന്നാണ് ഈ കുചേലൻ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് വെച്ച് കെട്ടിയ അവിലിൻ്റെ ആ വിയർപ്പും നാറ്റും എല്ലാം ഉണ്ടായിരിക്കും. അപ്പം അത് കൃഷ്ണൻ കഴിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കുചേലൻ അങ്ങനെ നിൽക്കുകയാണ്. ഇത് ഒളിപ്പിച്ച് വച്ചേക്കായിരുന്നു കേട്ടോ, വെളുപ്പിച്ച് വെച്ചേക്കായിരുന്നു. അപ്പം കൃഷ്ണൻ കണ്ടുപാടി ഓടി വന്ന് ഈ കുചേലനെ എതിരേറ്റു. എന്നിട്ട് ചോദിച്ചു, അയ്യോ എൻ്റെ കൂട്ടുകാരാ, സതീർത്ഥ്യാ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം, എങ്ങനെയുണ്ട്, വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേന്ന് കേട്ടോ. അപ്പം ഈ പൊതി ഈ തുണിയുടെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങ് കഴിക്കുമോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ, ഞാൻ എൻ്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞ കുറച്ച് അവിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് അങ്ങക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് കഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ കൃഷ്ണന് വളരെ സന്തോഷം. എൻ്റെ കൂട്ടുകാരൻ എനിക്ക് പണ്ടത്തതുപോലെ തന്നെ അവിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പണ്ട് വൃന്ദാവനത്തിലൊക്കെ ഒരു പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് അവിലും പൊതിയും എന്ന് വെച്ചാൽ ഓരോ വീട്ടിൽ നിന്നും ഒരുപാട് പശുക്കളെ വളർത്തുന്നുണ്ട് വൃന്ദാവനത്തിൽ. അപ്പോൾ അവിടെ ഓരോ വീട്ടിൽ നിന്നും കുട്ടികൾക്ക് ഓരോ പൊതിച്ചോറും കൂടെ കൊടുത്താണ് ഈ പശുക്കളെയും കൊണ്ട് അവർ വൃന്ദാവനം ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ സ്ഥലമാണ്. അവിടെ അവർ പശുക്കളെ വിട്ടിട്ട് ഇതുപോലെ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഇവർ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ കൊണ്ടുപോണ ഭക്ഷണം എല്ലാം കൂടെ കൊണ്ടുവച്ച് അവർ ഒത്തിരുന്ന് കഴിക്കും. അതിനാണ് വനഭോജനം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരും ഇലയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം. അങ്ങനെയാണ് വനഭോജനം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പണ്ട് ഈ കൃഷ്ണ ഈ കുചേലൻ കൊണ്ടുവന്ന അവിലൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ കൂട്ടുകാരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അവിലുണ്ടെന്ന് പറഞ്ഞു. അവർ കേട്ട പാടെ കൃഷ്ണൻ പെട്ടെന്ന് തന്നെ ആ അവിലിനെ പിടിച്ചു വാങ്ങിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. എന്ത് ഇത്ര രുചികരമായിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും അവിലോ സാമ്പ്രാണിയോ എന്തെങ്കിലും പൊരിയോ പഴമോ ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്ത് വേണം നമുക്ക് നടക്കി വയ്ക്കാവുന്നതാണ്. അങ്ങനെ കൃഷ്ണൻ ഈ അവിൽ ഭയങ്കര സന്തോഷത്തോടെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഈ കൊണ്ടുവരുന്നതെല്ലാം ഈ കൃഷ്ണൻ കഴിച്ചിരുന്നെങ്കിൽ എന്തുമായിരുന്നു, ആ കൃഷ്ണൻ്റെ ഐശ്വര്യമെല്ലാം ഈ കുചേലന് പോകുമായിരുന്നു. അപ്പം ഉടനെ തന്നെ ഇത് രുക്മിണി സത്യഭാമ എന്നുള്ള ഒരു രാജ്ഞിമാരുണ്ടായിരുന്നു. അങ്ങനെ അതിൽ സത്യഭാമ പറയും, ഇത് എല്ലാം കഴിക്കണ്ട, കുറച്ച് വെച്ചേക്കൂ എന്ന് പറയും. അപ്പം അങ്ങനെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ എല്ലാ ധനവും ഈ കുചേലന് പോകുമായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ആരെന്ത് കൊണ്ടുവന്നാലും നമ്മൾ ഉടനെ തന്നെ പിടിച്ച് വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. കുറച്ചെന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി മാറ്റി വയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടെ കഴിച്ചാൽ നമ്മുടെ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതോടെ കഴിച്ചിട്ട് കഴിക്കാൻ പാടില്ല. അത് കുറച്ച് കഴിച്ചിട്ട് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പിന്നീട് എടുത്ത് കുറച്ച് കഴിക്കുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് അവിൽ എടുത്ത് കഴിച്ചിട്ട് വീണ്ടും ഒരു കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയിട്ട് സൽക്കരിച്ച് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് സൽക്കരിച്ചു. കുളിക്കാനൊക്കെ നീതിറവയിലൊക്കെ പോയി കുളിക്കാനായിട്ടൊക്കെ അനുവാദം കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് ഈ സതീർത്ഥന് ഈ കുചേലന് ഒന്നും ആവശ്യപ്പെടാൻ പറ്റിയില്ല. കൃഷ്ണൻ്റെ ഈ സന്തോഷമൊക്കെ കണ്ട് അങ്ങ് അതിൽ ലയിച്ച്
ഈ സതീർത്ഥ്യെ അങ്ങനെ ലയിച്ച് ഈ സതീർത്ഥ്യ അങ്ങനെ നിന്നുപോയി. കൃഷ്ണനോടൊന്നും ആവശ്യപ്പെടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? തിരിച്ചു വരാൻ നേരത്ത് പോലും കൃഷ്ണന് ഒന്നും ചോദിക്കാനോ ഒന്നും പറ്റിയില്ല. കൃഷ്ണനോട് ഈ കുചേലനൊന്നും ചോദിക്കാൻ പറ്റിയില്ല. കൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഈ കുചേലന് പണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുചേലന് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. വീണ്ടും കുചേലൻ തിരിച്ച് യാത്രയായി. വീട്ടിലെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കാനിരിക്കുമല്ലോ എന്ന് കരുതി കുചേലൻ തിരിച്ച് ഒന്നും ചോദിക്കാതെ എന്ന് പറഞ്ഞാൽ കുചേലനെല്ലാം മറന്നുപോയി. കൃഷ്ണൻ്റെ സന്തോഷത്തിൽ എല്ലാം കുചേലൻ്റെ മനസ്സെല്ലാം അലിഞ്ഞു. അങ്ങനെ കുചേലൻ തിരിച്ച് യാത്രയായി. കുചേലൻ തിരിച്ച് നാട്ടിലേക്ക് യാത്രയായി പോരുന്ന വഴിക്കാണോ, അയ്യോ ഞാൻ എൻ്റെ കൃഷ്ണനോട് ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, എൻ്റെ ഭാര്യ എന്താണ് പറഞ്ഞയച്ചത്, എന്തെങ്കിലും ജീവിക്കാനുള്ള എന്തെങ്കിലും വക വാങ്ങിച്ചിട്ട് വരണമെന്നല്ലേ പറഞ്ഞയച്ചത്, കൃഷ്ണനോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എൻ്റെ കൃഷ്ണ, ഇതെല്ലാം മറന്നുപോയല്ലോ കൃഷ്ണ എന്നിങ്ങനെ പുലമ്പിക്കൊണ്ട് ഈ കുചേലൻ നാട്ടിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് ആ സ്ഥലത്ത് അവരുടെ വീടിരുന്ന സ്ഥലമൊന്നും കാണാനില്ല. അവിടെ വേറെ ഏതോ വീടുകളാണ് ഇരിക്കുന്നത്, കൊട്ടാരം പോലെയൊക്കെ